എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 4th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് സെപ്റ്റംബർ 11-ാം തീയതി അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളതും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതും ആയിട്ടുണ്ട്. മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് അഡ്മിഷൻ സ്ലിപ്പ് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട്, അതായത് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഡോക്യുമെൻസും ഫീസും ഈ ഒരു MCS FNCK അസോസിയേഷൻ വഴി കോളേജ് പ്രിൻസിപ്പൽ നിങ്ങൾക്ക് നിലവിൽ പുതുതായിട്ട് ലഭിച്ച ആ ഒരു കോളേജിലേക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ്, അതായത് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജിൽ പ്രത്യേകിച്ച് 4th അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ, അതായത് കാറ്റഗറി മാറ്റമല്ല, അതായത് നിങ്ങൾക്ക് ഈ ഒരു കോളേജ് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി വേക്കൻസി അനുസരിച്ച് 5th അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് പോകുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യാൻ പോകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ്റെ സ്ലിപ്പിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, അതായത് ഫോട്ടോ സ്റ്റാറ്റ് മതിയാകും. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.